നമസ്കാരം. ഇപ്പോൾ മാധ്യമങ്ങളിൽ ഒരു MLA കുറിച്ചാണ് ചർച്ചകൾ മുഴുവൻ. നമുക്ക് 140 MLA മാരുണ്ട്. ഇതിൽ നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ, MLA എന്ന് ആദ്യം പറഞ്ഞു, മുൻ MLA, കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം രാജിവെച്ചു. ഈ ഒരു വ്യക്തിയെക്കുറിച്ച്, PV അൻവർ എന്ന വ്യക്തിയെക്കുറിച്ച്, രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ് മാധ്യമങ്ങളിൽ നിറയെ ചർച്ച. PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകും? എന്ത് കളിയാണ് അൻവർ കളിക്കുന്നത് എന്ന് നമുക്ക് പച്ചമലയാളത്തിൽ വേണമെങ്കിൽ ചോദിക്കാം, അല്ലേ RP? ഒരു കളിയാണ് അത്. എന്താ പറയാ, ഒരാളുടെ കയ്യിൽ AK-47 കിട്ടുന്നു, തുരുതുരെ വെടിവെക്കാണ്. ആർക്കൊക്കെ വെടിവെക്കുന്നു, ആരൊക്കെ ഓടുന്നു എന്നുള്ളത് പിടിയില്ല. ഈ വെടിവെക്കുന്ന ആൾക്കും പിടിയില്ല, അല്ലേ? ഏതാണ്ട് ആ ഒരു ലൈനിലാണ് പുള്ളിയുടെ പോക്ക്. കാരണം അദ്ദേഹം, എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗങ്ങൾ, പത്രസമ്മേളനം, പ്രസംഗം, ഇതിൽ UDF ഉള്ളത് കൊണ്ട് LDF കിട്ടുന്നത് കൊണ്ട് രണ്ട് കൂട്ടർക്കും അതിൻ്റെ ഒരു ഇത്. RPയുടെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം എന്താകും? രാഷ്ട്രീയ ലക്ഷ്യം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വളരെ വ്യക്തമല്ലേ? അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സർവൈവൽ, നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. 100%. നല്ല രീതിയിൽ പോകുന്ന ഒരു രാഷ്ട്രീയ ലൈനായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. നിലമ്പൂർ ഒരു തട്ടകമുണ്ട്, കമ്മ്യൂണിറ്റി, അദ്ദേഹത്തിന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ പിന്തുണയുണ്ട്. എന്നാൽ ആള് പുരോഗമന മതേതരവാദിയാണെന്നുള്ള ഒരു പരിവേഷമുണ്ട്. ഒരു മുസ്ലിം ലീഗ് നേതാവല്ലല്ലോ. അല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ വേണമെങ്കിൽ പിണറായി സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ മതപരമായ മുഖം കൂടിയായിരുന്നു. ഞാൻ അതിലേക്കാണ് വരുന്നത്. പിണറായി സർക്കാരിന്റെ ഒരു പൂർണ്ണ പിന്തുണ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണലായിട്ടുള്ള പിന്തുണ, ഇതെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. അത് ഒരു പക്ഷേ പലരും ഊഹിക്കുന്നത് പോലെ പിണറായിയുടെ ഒരു ലിസ്റ്റ്, എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു സോഫ്റ്റ് കോർണറുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ നിന്ന് ഇദ്ദേഹം താഴോട്ട് പോയിട്ടുണ്ടാവാം. മറ്റാരെങ്കിലും ആ സ്ഥാനം കയറിയേക്കുമ്പോൾ ഇദ്ദേഹത്തെ തഴഞ്ഞതാവാം. ചിലരൊക്കെ പറയുന്നുണ്ട് മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ട് അൻവറിനെ തഴഞ്ഞു എന്ന്. അതെനിക്കറിയില്ല. പിന്നെ അൻവറിൻ്റെതായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പലപ്പോഴും സാധിക്കാൻ ബുദ്ധിമുട്ടുണ്ടായ ഒരു അവസ്ഥ ആ സമയത്ത്. എക്സാക്ട്ലി. പുള്ളി ഒരു ബിസിനസ്സുകാരനും കൂടിയാണ്, പല കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ഘട്ടത്തിൽ ഈ ഇക്വേഷൻ അങ്ങ് പോയി. പക്ഷെ അതിനുശേഷം അൻവർ കാണിച്ചു കൂട്ടിയതെല്ലാം വിഡ്ഢിത്തങ്ങളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു രാഷ്ട്രീയ പക്വത അദ്ദേഹം പല കാര്യങ്ങളിലും കാണിച്ചില്ല. അത് ഒരു വലിയ പ്രശ്നമാണ്, ഇല്ലേ? തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. മാത്രമല്ല, ഈ UDFന്റെ പിന്തുണ ആ സമയത്ത് വല്ലാതെ കിട്ടും എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു പിന്തുണ ഈ പിണറായിസത്തിനെതിരെ പറഞ്ഞപ്പോഴൊന്നും അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ കിട്ടിയില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആത്യന്തികമായിട്ട് UDF. കാരണം ഇദ്ദേഹം വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ഈ സ്വന്തം ഒരു ഇമ്പോർട്ടൻസ്, അദ്ദേഹത്തിന് ഒരു വലിയ ആരാധക വൃന്ദമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പറച്ചിലിൽ നിന്ന് തനിക്ക് അതിനപ്പുറം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു രീതിയിൽ നിന്ന് അദ്ദേഹം ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി, ഇനി എൻ്റെ പൊളിറ്റിക്കൽ റെലവൻസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് UDF പോകണം. പക്ഷേ ഇദ്ദേഹം ചെല്ലുന്നിടത്തല്ല ഇദ്ദേഹം ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ട്രബിൾ മേക്കർ എന്നുള്ളൊരു ഫീൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പത്രസമ്മേളനം LDF-നെക്കാട്ടി കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് UDF-ലാണ്. ശരിയാണ്. ഒരാവശ്യവും ഇല്ലല്ലോ. ശ്രദ്ധിച്ചോന്നറിയില്ല. അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിനിട്ട് പണി കൊടുത്തു. VS ജോയ് മത്സരിക്കണം, അദ്ദേഹം പറഞ്ഞു. സതീശനെ പെട്ടെന്ന് സതീശനോട് മാപ്പ് പറയുന്ന 150 കോടിയുടെ കേസിൽ. അപ്പം ഈ ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ സ്റ്റാൻഡ് ഇല്ല. ഇപ്പൊ 150 കോടി രൂപയുടെ ഒരു, അല്ലേ, 150 കോടി ഈ ബസ് സർവീസിന്റെ 150 കോടി രൂപയുടെ ഒരു സാധാരണക്കാരായ ജനങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു വലിയ അഴിമതി ആരോപണം. അതൊരു MLA, ഒരു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എഴുതി കൊടുത്തിട്ട് ഉടനെ അങ്ങ് ആരോപണം ഉന്നയിക്കും. അദ്ദേഹത്തിൻ്റെതായ ഒരു ഫാക്ട് ചെക്കിങ്ങോ എന്തെങ്കിലും ഒരു സംവിധാനം വേണ്ടതാണ്. അദ്ദേഹം ഒരു ഒരു പൊതു ഇടത്തിൽ നിന്ന് ഒരു ഇലക്ഷനിലൂടെ ജയിച്ചു വന്ന ആളാണ്. P. ശശിക്ക് അങ്ങനെ ഉത്തരവാദിത്വം ഇല്ല.
പക്ഷെ ഇദ്ദേഹത്തിന് ആ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പൊ പി ശശി പറഞ്ഞു ഉടനെ ഞാനത് ചെയ്തു എന്ന് പറയുന്നത് ഇതൊക്കെ ജനം മനസ്സിലാക്കും. ഇതൊക്കെ ഒരു വിശ്വാസ്യതയുടെ ഒരു പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ബേസിക്കലി എനിക്ക് എപ്പോഴും ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ഇപ്പം മറുനാടൻ മലയാളിയുമായിട്ടുള്ള പ്രശ്നം നന്നായിട്ട് പേഴ്സണലി അഫക്റ്റ് ചെയ്ത ആളാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇദ്ദേഹം സാധാരണ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനാണ്. ഒരല്പം എന്താ പറയുന്ന ഒരു പവർഫുൾ പൊളിറ്റിക്സ് കളിക്കുന്ന ആള്, പവർഫുൾ ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ആള്. നീ എന്നെ തല്ലുകയാണെങ്കിൽ ഞാൻ നിന്നെ തിരിച്ച് തല്ലുവടാ. ഇവിടുത്തെ മിക്കവാറും നിങ്ങൾ പൊളിറ്റീഷ്യൻസിനെ നോക്കുക, CPM-ന്റെ ചില നേതാക്കന്മാരെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും വളരെ ഭവ്യമായിട്ട്, വളരെ എന്താ പറയുന്നത്, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നവരാണ്. സബ്മിസീവ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ ഇതായിരിക്കണം. ഇതാതില്ല, നെഞ്ചു വിരിച്ച് തല്ലാൻ വരുന്നെങ്കിൽ വാടാ ഞാനും നോക്കാം, ആ ലൈനിൽ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു വ്യത്യസ്തമായ ഒരു ഇതുണ്ട്, രാഷ്ട്രീയ ശൈലിയുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ബേസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മുസ്ലിം ബേസ് ഉണ്ട്, നിലമ്പൂർ ബേസ് ഉണ്ട്, അതിന് ഉള്ള ഒരു കോൺഗ്രസ് ബേസും ഉണ്ട്, അതിനുള്ള പണമുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഈ ഘടകങ്ങളെല്ലാം നേരെ ചൊവ്വയെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പുള്ളിക്ക്. ഇപ്പൊ അത് കൂടുതൽ കുഴപ്പത്തിലോട്ടാ പോയെ. ഇനിയിപ്പോ UDF പ്രവേശനം അദ്ദേഹത്തിന് എളുപ്പമാവില്ല. LDF-ലോട്ട് അദ്ദേഹത്തെ വേണ്ട. കാരണം LDF-ൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വെറുപ്പിക്കാവുന്നതിന്റെ മാക്സിമം അദ്ദേഹം വെറുപ്പിച്ചിട്ടുണ്ട്. BJP സാധ്യതയില്ലാത്ത ഒരു ഓപ്ഷനാണ്. അപ്പോൾ LDF-ൽ നിന്ന് ഇറങ്ങി UDF-ലോട്ട് എത്തിയില്ല, എത്തിയില്ല, നടുക്ക് നിൽക്കുകയാണ്. പിന്നെ ഈ ആഴത്തിലുള്ള എത്രത്തോളം രാഷ്ട്രീയ നിലപാടുണ്ട് എന്നുള്ള ഒരു സംശയം എനിക്ക് വന്നത്, വന്യമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ആക്രമണം, അതിൽ പെട്ടുപോകുന്ന ആൾക്കാര്, അപ്പോൾ വന നിയമവുമായി ബന്ധപ്പെട്ട വിഷയം, ഇദ്ദേഹം ഇപ്പോഴാണോ പറയുന്നത്? അപ്പൊ ഇതൊരു പുതിയ ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാക്കാൻ, ഒരു ബേസ് ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ വളരെ എവിഡന്റാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്ന. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും വന്യജീവി ആക്രമണങ്ങളിൽ നിരവധി പേർ ഉണ്ടായിരുന്നു. അന്നേരം ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഇപ്പൊ എന്താ UDF-ൽ സംഭവിക്കാന്ന് വെച്ചാൽ, UDF-ൽ ഇദ്ദേഹത്തിന്റെ പ്രവേശനം അത്ര എളുപ്പമാവില്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ UDF-ൽ ഇദ്ദേഹത്തെ സഹായിക്കാനോ ആളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ VD സതീശനോടുള്ള മാപ്പ് പറച്ചിലും ഒക്കെ ആരോ അകത്ത് നിന്ന് ഉപദേശിച്ചു കൊടുത്ത. രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിൽ മാപ്പ് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മാപ്പ് പറച്ചിലാണ്. അപ്പൊ ഈ മാപ്പ് പറച്ചിലൊക്കെ ആരൊക്കെയോ ഉപദേശിക്കുന്നുണ്ട്. കാരണം അവിടെയും പല ഇക്വേഷൻസാ വർക്കൗട്ട് ചെയ്യുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള ഇക്വേഷനുണ്ട്, VD സതീശന് എതിരായിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ എതിരായിട്ടുള്ളവര് PV അൻവറെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപയോഗിക്കാമെന്ന് കരുതുന്ന കാഴ്ചകള്. UDF-ൽ എത്തിക്കഴിഞ്ഞാൽ UDF-ന് അത് ഒരു രാഷ്ട്രീയ ഗംഭീര പ്രോബ്ലം ഉണ്ടാവും. ഇല്ലേ? ഉണ്ടാവേണ്ടതാണ്. അല്ലെ തന്നെ പ്രോബ്ലം ഉണ്ട്. അപ്പം ഇദ്ദേഹം ചെല്ലുമ്പോ അത് രാഷ്ട്രീയ ഗുണമാകും എന്ന് വിലയിരുത്തുന്നതും. ഇപ്പൊ VD സതീശനെ മാപ്പ് പറഞ്ഞു, VD സതീശൻ അത് സ്വീകരിച്ചു. പക്ഷെ ലക്ഷ്യം VD സതീശനാണ്. ഈ ഇദ്ദേഹത്തെ ഉപയോഗിച്ച് ഇത് ചെയ്യുന്നതിന്റെ VD സതീശൻ തന്നെയാണ് ലക്ഷ്യം. VD സതീശനും ലക്ഷ്യമാണ്. മുസ്ലിം ലീഗിനും ഇതത്ര ഹിതകരമായ വാർത്തയല്ല. മുസ്ലിം ലീഗ് ഇദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ട് ഇപ്പോൾ. പക്ഷെ അത്ര ഹിതകരമായ വാർത്തയല്ല. കാരണം പുള്ളിയുടെ തനി വഴിയാണ്. അത് എത്രത്തോളം ദോഷം അവിടെ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. ബംഗാളിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്ന് കേൾക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു രാഷ്ട്രീയ നിലപാടുകൾ എത്രത്തോളം ശക്തമാണ്, ആഴത്തിലുള്ളതാണ് എന്ന് ചില ആൾക്കാരെ ജനം വിലയിരുത്താറുണ്ട്. നേരത്തെ കോൺഗ്രസ് ആയിരുന്നു, LDF-ൽ ചേർന്നു, LDF-ന്റെ ഭാഗമായി, LDF-ൽ നിന്ന് ഇറങ്ങി, അത് കഴിഞ്ഞപ്പോൾ DMK എന്നും പറഞ്ഞൊരു പാർട്ടിയെ കൊണ്ടുവന്നു. തമിഴ്നാട്ടിലെ DMK-യുടെ അതേ പതാകയും മറ്റു കാര്യങ്ങളുമായിരുന്നു. DMK നേതാക്കളുമായിട്ട് ചർച്ച നടത്തി. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. തമിഴ്നാട്ടിലെ DMK വളരെ അലൈൻഡ് ആണ് കേരളത്തിലെ ഇടതുപക്ഷവുമായിട്ട്, പിണറായി വിജയനുമായിട്ട് വളരെ അടുപ്പമാണ്. അപ്പൊ ഇദ്ദേഹം അതൊന്നും ചിന്തിക്കാതാണോ അവിടെ DMK എന്നും പറഞ്ഞു പോയത്? ശരിയാ ഇല്ലേ? അപ്പൊ DMK നിലനിൽപ്പില്ല, ഒരുപക്ഷെ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു കാണും.
അത് ശരിയാവില്ല. അന്നേരത്തേക്ക് അതിന്റെ പേര് മാറ്റി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നൊക്കെയാണ്. മൂവ്മെന്റ് ഓഫ് കേരള എന്നൊക്കെ. ഇത് കൊച്ചു പിള്ളേർ ഈ കളിക്കുന്ന പോലെ വാശി തീർക്കുകയും ദേഷ്യപ്പെടുകയും ബഹളം വെക്കുകയും ചെയ്യുന്നതല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. തീർച്ചയായിട്ടും. അപ്പൊ അക്കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇദ്ദേഹം UDF എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ UDF ഇത് എത്രത്തോളം ഗുണം ചെയ്യും, UDF എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കും, UDF എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കും, ഇത് കണ്ടറിയേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും അതെ. PV അൻവർ UDF എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുന്നത്. അദ്ദേഹം UDF എത്തിയാൽ എന്ത് സംഭവിക്കും എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി രാജ്യസഭയിൽ എത്തുമോ, ഇനിയിപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും UDF ഭാഗമായി മത്സരിച്ച് മന്ത്രിയാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. എങ്കിലും ഒരു അപക്വമായ രാഷ്ട്രീയ കളിയാണ് അദ്ദേഹം പലപ്പോഴും കാഴ്ചവെക്കുന്നതും തോന്നിയിട്ടുണ്ട്. അപക്വം എന്ന് വിളിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ടൈപ്പ്, വലിയ ചിന്തകളൊന്നുമില്ല, ഒരു എടുത്തുചാട്ടമുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഇപ്പം UDF പ്രശ്നമുണ്ട്, LDF പ്രശ്നമുണ്ട്. ഇരു കൂട്ടരിലും ഇദ്ദേഹത്തെ അകറ്റി നിർത്തണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. മറ്റേത് അങ്ങനെയല്ലല്ലോ, ഒരിടത്തുനിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ. പക്ഷേ ഇവിടെ ഓൾറെഡി അദ്ദേഹം ഈ ബോംബ് ഇട്ടത് വലിയ ഇഷ്യൂ ആണ്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ VS ജോയി മതി, ഇദ്ദേഹമാണോ നിശ്ചയിക്കുന്നത് ആര് വേണം UDF സ്ഥാനാർത്ഥി? അതെ അതെ. UDF ചേർന്നിട്ട് പോലും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അത് ആൾക്കാര് അത് തീർച്ചയായിട്ടും അതൊരു വിഷയമായിട്ട് എടുക്കും. എന്തായാലും കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ്. തീർച്ചയായിട്ടും അത് എടുത്തുചാട്ടമല്ല, ചിന്തിച്ചുള്ള തീരുമാനമെടുക്കലുകളാണ് രാഷ്ട്രീയത്തിൽ വേണ്ടത്. തീർച്ചയായിട്ടും അത് അദ്ദേഹം ആ ഒരു പക്വതയും ആ ഒരു മാന്യതയും മര്യാദയും ഒക്കെ കാണിക്കുമോ എന്നത് നമുക്ക് തീർച്ചയായിട്ടും കണ്ടറിയാം. അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയിൽ തീരുമാനമാകുകയുള്ളൂ. എന്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കം എന്ന് പോലും നമുക്കറിയില്ല. നാളെ പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹം എന്തായിരിക്കും പറയുക എന്ന് പോലും ഒരു വേള നമുക്കറിയില്ല, അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും അദ്ദേഹം BJP ചേരാൻ സാധ്യതയില്ല. വീണ്ടും കാണാം. നമസ്കാരം. ബ്രാൻഡിംഗ് പാർട്ണർ കൊഹ്ന, കോയിലേഷൻ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക. എഡ്യൂബിക്സ്, ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ്, ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ്, ഗുജറാത്ത്. തീർത്ഥയാത്ര.com, അയൺ ബിൽഡ്, ഗുജറാത്ത്. പവേഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.